കേരളത്തിൽ പല ജില്ലകളും ചുട്ടുപൊള്ളുന്നു. ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. 2 ജില്ലകളിൽ മുന്നറിയിപ്പും നൽകിയിരിക്കുന്നു. മഴയോടൊപ്പം ഇടിമിന്നലിനും സാധ്യത. പകൽ സമയത്ത് പൊള്ളുന്ന ചൂടാണ്. കനത്ത ചൂട് സംസ്ഥാനത്ത് തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അൾട്രാവയലറ്റ് സൂചിക ആശങ്ക ഉയർത്തുന്ന രീതിയിലാണ് ഇപ്പോൾ പല ജില്ലകളിലും രേഖപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് ഇടുക്കി, മൂന്നാറിൽ UV സൂചിക 8-ലായതുകൊണ്ട് തന്നെ ഓറഞ്ച് അലർട്ടാണുള്ളത്. കൊട്ടാരക്കര, കോന്നി, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, കളമശ്ശേരി, ഒല്ലൂർ, തൃത്താല, പൊന്നാനി, ബേപ്പൂർ, മാനന്തവാടി എന്നിവിടങ്ങളിലെല്ലാം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പകൽ സമയങ്ങളിൽ ഇവിടങ്ങളിലെല്ലാം കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും കൊല്ലം ജില്ലയുടെ പുനലൂർ ഉൾപ്പെടുന്ന ഉൾനാടൻ മേഖലകളിലും ചൂട് 36 ഡിഗ്രി മുതൽ 39 ഡിഗ്രി വരെ അനുഭവപ്പെട്ടേക്കാമെന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ചൂട് പ്രതീക്ഷിക്കുന്നത്. കണ്ണൂർ ജില്ലയുടെ കിഴക്കൻ മേഖലകളിലും 37 ഡിഗ്രി വരെ ചൂട് ഉയരുമെന്നാണ് പറയുന്നത്. കൂടാതെ കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയുടെ തീരദേശത്തും ഉൾനാടിനെ അപേക്ഷിച്ച് ചൂട് കുറവായിരിക്കും അനുഭവപ്പെടുക എന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അതേസമയം കേരളത്തിൽ ചൂട് പൊള്ളുന്ന രീതിയിൽ കൂടുമ്പോഴും പല ജില്ലകളിലും ആശ്വാസമഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനങ്ങൾ. എല്ലാവരും അന്വേഷിക്കുന്നൊരു കാര്യമാണ് മഴ എപ്പോൾ പെയ്യുമെന്ന്. എന്നാൽ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയില്ല എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. എന്നാൽ ആശങ്ക വേണ്ട, മഴ പെയ്യും. ഇന്ന് 2 ജില്ലകളിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നേരിയ മഴ സാധ്യത മുൻനിർത്തി പത്തനംതിട്ട, ആലപ്പുഴ എന്നിവിടങ്ങളിലാണ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിൽ നാളെ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ മലപ്പുറം, കോഴിക്കോട് അതിർത്തി പ്രദേശങ്ങളിൽ ചാറ്റൽ മഴയ്ക്കുള്ള സാധ്യതയും പ്രവചിക്കുന്നു. കോഴിക്കോട്, താമരശ്ശേരി, അടിവാരം, ചുരം മേഖലകളിൽ ചാറ്റൽ മഴ പെയ്യാനും സാധ്യതയുണ്ട്. മലപ്പുറം ജില്ലയുടെ നിലമ്പൂർ ഭാഗം, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളുടെ കിഴക്കൻ മേഖല, തൃശൂർ ജില്ലയുടെ ആതിരപ്പള്ളി ഭാഗം എന്നിവിടങ്ങളിലാണ് മഴ പെയ്യാനുള്ള സാധ്യതയുള്ളത്. മഴയോടൊപ്പം ഇടിമിന്നലും ഉണ്ടാകും. കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.